അധ്യായം 15. ദൈവത്തിൻ്റെ ആത്മാവ് ഓദേദിൻ്റെ മകൻ അസറിയായുടെ മേൽ വന്നു. അവൻ ആസയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, ആസ രാജാവേ, യൂദ ബെഞ്ചമിൻ നിവാസികളെ കേൾക്കുവിൻ. നിങ്ങൾ കർത്താവിനോട് ചേർന്നിരിക്കുന്നിടത്തോളം കാലം അവിടുന്ന് നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. നിങ്ങൾ അവിടുത്തെ അന്വേഷിച്ചാൽ കണ്ടെത്തും. നിങ്ങൾ അവിടുത്തെ പരിത്യജിച്ചാൽ അവിടുന്ന് നിങ്ങളെയും പരിത്യജിക്കും. സത്യദൈവമോ പഠിപ്പിക്കാൻ പുരോഹിതനോ നിയമമോ ഇല്ലാതെ ഇസ്രായേൽ ദീർഘകാലം കഴിച്ചു. എന്നാൽ കഷ്ടതകൾ നേരിട്ടപ്പോൾ അവർ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിങ്കിലേക്ക് തിരിഞ്ഞു. അവർ അവിടുത്തെ അന്വേഷിച്ചു കണ്ടെത്തി. അന്ന് സകല ദേശങ്ങളിലും അക്രമങ്ങളും കലാപങ്ങളും നടമാടിയിരുന്നതിനാൽ ആരും സുരക്ഷിതരായിരുന്നില്ല. ദൈവം സകലവിധ ദുരിതങ്ങളും അവരുടെ മേൽ വരുത്തിയതിനാൽ ജനത ജനതയ്ക്കെതിരായും നഗരം നഗരത്തിനെതിരായും യുദ്ധം ചെയ്ത് ഛിന്നഭിന്നമായി. നിങ്ങൾ ധീരന്മാരായിരിക്കുവിൻ. നിങ്ങളുടെ കൈകൾ തളരാതിരിക്കട്ടെ. നിങ്ങളുടെ പ്രവൃത്തികൾക്ക് പ്രതിഫലം ലഭിക്കും. ഓദേദിൻ്റെ മകൻ അസറിയായുടെ പ്രവചനം കേട്ട് ആസ ധൈര്യപ്പെട്ടു. യൂദായിലും ബെഞ്ചമിനിലും എബ്രായിം മലമ്പ്രദേശത്തും അവൻ പിടിച്ചടക്കിയ നഗരങ്ങളിലും നിന്ന് മ്ലേച്ഛ വിഗ്രഹങ്ങളെ നീക്കിക്കളഞ്ഞു. ദേവാലയ ഭൂമുഖത്തിൻ്റെ മുൻപിലുണ്ടായിരുന്ന കർത്താവിൻ്റെ ബലിപീഠം പുനരുദ്ധരിച്ചു. കർത്താവ് ആസായോടുകൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ എബ്രായിം, മനാസെ, ശിമയോൻ എന്നീ ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് അനേകർ അവനോട് ചേർന്ന് അവൻ്റെ രാജ്യത്ത് താമസമാക്കി. യൂദായ്ക്കും ബെഞ്ചമിനും പുറമെ ഇസ്രായേലിൽ നിന്ന് കൂറുമാറി വന്നവരെയും ആസ വിളിച്ചുകൂട്ടി. ആസയുടെ 15-ാം ഭരണവർഷം 3-ാം മാസം എല്ലാവരും ജെറുസലേമിൽ സമ്മേളിച്ചു. തങ്ങൾ കൊണ്ടുവന്ന കൊള്ള മുതലിൽ നിന്ന് 700 കാളകളെയും 7000 ആടുകളെയും അന്ന് അവർ കർത്താവിന് ബലിയർപ്പിച്ചു. തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടി അന്വേഷിക്കുമെന്നും ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ അന്വേഷിക്കാത്തവർ പുരുഷനോ സ്ത്രീയോ ബാലനോ വൃദ്ധനോ ആകട്ടെ വധിക്കപ്പെടണമെന്നും അവർ ഉടമ്പടി ചെയ്തു. ആർത്തു വിളിച്ച് കൊമ്പും കുഴലും ഊതിക്കൊണ്ട് കർത്താവിൻ്റെ നാമത്തിൽ അവർ ശപഥം ചെയ്തു. യൂദ മുഴുവനും ഈ ശപഥത്തിൽ ആഹ്ലാദിച്ചു. പൂർണ്ണ ഹൃദയത്തോടെ പ്രതിജ്ഞ ചെയ്യുകയും പൂർണ്ണ മനസ്സോടെ കർത്താവിനെ അന്വേഷിക്കുകയും ചെയ്തു. അവിടുന്ന് അവർക്ക് ദർശനമരുളി എങ്ങും സ്വസ്ഥത നൽകുകയും ചെയ്തു. ആസ രാജാവിൻ്റെ പിതാമഹി മാഖ അഷേരാ ദേവതയുടെ മ്ലേച്ഛ വിഗ്രഹം ഉണ്ടാക്കിയതിനാൽ അവളെ അമ്മറാണി എന്ന സ്ഥാനത്തു നിന്ന് മാറ്റി. ആസ ആ വിഗ്രഹം വെട്ടിമുറിച്ച് കഷ്ണങ്ങളാക്കി കിദ്രോൻ തോട്ടിനരികെ വെച്ച് ചുട്ടുകളഞ്ഞു. പൂജാഗിരികൾ ഇസ്രായേലിൽ നിന്ന് നീക്കം ചെയ്തില്ലെങ്കിലും ജീവിതകാലം മുഴുവനും ആസ ഹൃദയവിശുദ്ധി പാലിച്ചു. തൻ്റെ പിതാവും താനും കാഴ്ചവെച്ച സ്വർണവും വെള്ളിയും പാത്രങ്ങളും അവൻ ദേവാലയത്തിലേക്ക് കൊണ്ടുവന്നു. അവൻ്റെ 35-ാം ഭരണവർഷം യുദ്ധമൊന്നും ഉണ്ടായില്ല. അധ്യായം 16. ആസയുടെ 36-ാം ഭരണവർഷം ഇസ്രായേൽ രാജാവായ ബാഷ യൂദായ്ക്കെതിരെ പുറപ്പെട്ടു. യൂദ രാജാവായ ആസയുമായി ബന്ധമുണ്ടാകാതിരിക്കാൻ അവൻ റാമ നിർമ്മിച്ചു തുടങ്ങി. ആസ ദേവാലയത്തിലെയും കൊട്ടാരത്തിലെയും ഭണ്ഡാരത്തിൽ നിന്ന് സ്വർണവും വെള്ളിയും ദമാസ്കസിൽ വസിച്ചിരുന്ന സിറിയ രാജാവായ ബെൻഹദാദിന് കൊടുത്തയച്ചുകൊണ്ട് പറഞ്ഞു, നമ്മുടെ പിതാക്കന്മാർ തമ്മിൽ ഉണ്ടായിരുന്നതുപോലെ നമുക്കും ഒരു സഖ്യം ചെയ്യാം. ഞാനിതാ സ്വർണവും വെള്ളിയും സമ്മാനമായി അയക്കുന്നു. ഇസ്രായേൽ രാജാവായ ബാഷ എൻ്റെ രാജ്യത്തു നിന്ന് പിന്മാറുന്നതിന് അവനുമായുള്ള സഖ്യം വിച്ഛേദിക്കുക. ആസ രാജാവിൻ്റെ അഭ്യർത്ഥന സ്വീകരിച്ച് ബെൻഹദാദ് സേനാധിപന്മാരെ ഇസ്രായേൽ നഗരങ്ങൾക്കെതിരെ അയച്ചു. അവർ ഈയോൻ, ദാൻ, ആബേൽമയിം എന്നിവയും നഫ്താലിയിലെ എല്ലാ സംഭരണ നഗരങ്ങളും പിടിച്ചടക്കി. ഇത് കേട്ടപ്പോൾ ബാഷ റാമയുടെ പണി നിർത്തിവെച്ചു. ആസ രാജാവ് യൂദാ നിവാസികളെയെല്ലാം കൂട്ടി റാമ പണിയാൻ ബാഷ കൊണ്ടുവന്ന് വച്ചിരുന്ന കല്ലും തടിയും എടുത്തു കൊണ്ടുപോയി. അവ കൊണ്ട് ഗേബയും മിസ്പായും പണിതു. ആ സമയത്ത് ഹനാനി ദീർഘദർശി യൂദ രാജാവായ ആസയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിൽ ആശ്രയിക്കാതെ
സിറിയ രാജാവിനെ അഭയം തേടിയതിനാൽ സിറിയ രാജാവിൻ്റെ സൈന്യം നിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. അസംഖ്യം രഥങ്ങളും പടയാളികളും അടങ്ങിയ ഒരു വലിയ സൈന്യമല്ലേ എത്യോപ്യർക്കും ലിബിയർക്കും ഉണ്ടായിരുന്നത്. എന്നിട്ടും നീ കർത്താവിൽ ആശ്രയിച്ചതിനാൽ അവിടുന്ന് അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തന്നു. തൻ്റെ മുൻപിൽ നിഷ്കളങ്കരായി വർത്തിക്കുന്നവർക്ക് വേണ്ടി ശക്തി പ്രകടിപ്പിക്കുവാൻ കർത്താവിൻ്റെ ദൃഷ്ടികൾ ഭൂമിയിലുടനീളം പായുന്നു. എന്നാൽ നീ ചെയ്തത് ഭോഷത്വമാണ്. ഇനി യുദ്ധം നിന്നെ വിട്ടുമാറുകയില്ല. ആസ കോപിച്ച് ദീർഘദർശിയെ ചങ്ങലയാൽ ബന്ധിച്ച് കാരാഗൃഹത്തിലടച്ചു. കാരണം ഈ വാക്കുകൾ അവനെ പ്രകോപിപ്പിച്ചു. അന്ന് ആസ ജനത്തിൽ ചിലരെ ക്രൂരമായി പീഡിപ്പിച്ചു. ആസയുടെ പ്രവർത്തനങ്ങൾ ആദ്യവസാനം യൂദായുടെയും ഇസ്രായേലിൻ്റെയും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തൻ്റെ 39 ഭരണവർഷം ആസയുടെ കാലിൽ രോഗബാധയുണ്ടായി. അത് മൂർച്ഛിച്ചിട്ടും അവൻ വൈദ്യന്മാരിലല്ലാതെ കർത്താവിൽ ആശ്രയിച്ചില്ല. 41 ഭരണവർഷം ആസ പിതാക്കന്മാരോട് ചേർന്നു. ദാവീദിൻ്റെ നഗരത്തിൽ തനിക്ക് വേണ്ടി തയ്യാറാക്കിയ കല്ലറയിൽ അവൻ സംസ്കരിക്കപ്പെട്ടു. വിദഗ്ധമായി കൂട്ടിയെടുത്ത പലവിധ പരിമളദ്രവ്യങ്ങൾ കൊണ്ട് നിറച്ച മഞ്ചത്തിൽ അവനെ കിടത്തി. അവൻ്റെ ബഹുമാനത്തിനായി വലിയൊരു തീക്കൂന കൂട്ടി. അധ്യായം 17. യഹോഷാഫാത്ത്. ആസായ്ക്ക് ശേഷം മകൻ യഹോഷാഫാത്ത് രാജാവായി. അവൻ ഇസ്രായേലിനെതിരെ തൻ്റെ നില ഭദ്രമാക്കി. യൂദായിലെ സുരക്ഷിത നഗരങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും എബ്രായീം ദേശത്തു നിന്ന് തൻ്റെ പിതാവായ ആസ പിടിച്ചെടുത്ത പട്ടണങ്ങളിലും പട്ടാളത്തെ നിയോഗിച്ചു. തൻ്റെ പിതാവിൻ്റെ ആദ്യകാല മാതൃകയനുസരിച്ച് ബാലിനെ സേവിക്കാതിരുന്നതിനാൽ കർത്താവ് യഹോഷാഫാത്തിനോടുകൂടി ഉണ്ടായിരുന്നു. അവൻ പിതാവിൻ്റെ ദൈവത്തെ തേടുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്തു. ഇസ്രായേൽ രാജാക്കന്മാരുടെ മാർഗം സ്വീകരിച്ചതുമില്ല. കർത്താവ് യഹോഷാഫാത്തിന് രാജ്യത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണം നൽകി. യൂദാ മുഴുവനും അവന് കാഴ്ചകൾ കൊണ്ടുവന്നു. അങ്ങനെ അവൻ്റെ ധനവും മാനവും പെരുകി. അവൻ കർത്താവിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിന്നു. യൂദായിലെ പൂജാഗിരികളും അക്ഷേരാപ്രതിഷ്ഠകളും നശിപ്പിച്ചു. തൻ്റെ 3 ഭരണവർഷം യഹോഷാഫാത്ത് യൂദാ നഗരങ്ങളിൽ ജനങ്ങളെ പഠിപ്പിക്കാൻ ഉപദേഷ്ടാക്കളായി ബെൻഹായിൽ, ഒബാദിയ, സെഖറിയ, നെതനേൽ, മിഖായ എന്നിവരെ അയച്ചു. അവരോടൊപ്പം ലേവ്യരായ ഷെമായ, നെഥാനിയ, സെബദിയ, അസഹേൽ, ഷെമിറാമോത്ത്, യഹോനാഥാൻ, അദോനിയ, തോബദോനിയ എന്നിവരെയും പുരോഹിതന്മാരായ എലീഷാമ, യഹോറാം എന്നിവരെയും അയച്ചു. അവർ കർത്താവിൻ്റെ നിയമഗ്രന്ഥവുമായി യൂദാ നഗരങ്ങളിലെല്ലാം ചെന്ന് ജനത്തെ പഠിപ്പിച്ചു. യൂദായ്ക്ക് ചുറ്റുമുള്ള രാജ്യങ്ങളിൽ കർത്താവിനെക്കുറിച്ചുള്ള ഭീതി പരത്തുന്നതിനാൽ അവരാരും യഹോഷാഫാത്തിനെതിരെ യുദ്ധത്തിന് പോയില്ല. ഫിലിസ്തീനിൽ ചിലർ യഹോഷാഫാത്തിന് കാഴ്ചയായി ധാരാളം വെള്ളിയും മറ്റു സമ്മാനങ്ങളും കൊണ്ടുവന്നു. 7700 ചെമ്മരിയാടുകളെയും 7700 കോലാടുകളെയും അറബികൾ സമ്മാനിച്ചു. യഹോഷാഫാത്ത് അടിക്കടി പ്രബലനായിക്കൊണ്ടിരുന്നു. യൂദായിലെങ്ങും കോട്ടകളും സംഭരണ നഗരങ്ങളും പണിതു. അവിടെ ധാരാളം വിഭവങ്ങൾ ശേഖരിച്ചു. യെരൂസലേമിൽ വീരയോദ്ധാക്കളുടെ വ്യൂഹങ്ങളെ നിയോഗിച്ചു. ഗോത്രക്രമത്തിൽ അവരുടെ പേര് വിവരം. യൂദാ ഗോത്രത്തിലെ സഹസ്രാധിപന്മാരുടെ തലവൻ അദ്ന. അവൻ്റെ കീഴിൽ 3,00,000 പടയാളികൾ. രണ്ടാമൻ യഹോഹനാൻ. അവൻ്റെ കീഴിൽ 2,80,000 പേർ. മൂന്നാമൻ സിക്രിയുടെ മകൻ അമസ്യ. കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായി തന്നെ സമർപ്പിച്ച അവൻ്റെ കീഴിൽ 2,00,000 പേർ. ബെഞ്ചമിൻ ഗോത്രത്തിൻ്റെ സൈന്യാധിപൻ എലിയാദ. വീരപരാക്രമിയായ അവൻ്റെ കീഴിൽ പരിചയും വില്ലും ഉപയോഗിക്കുന്ന പടയാളികൾ 2,00,000. നാലാമൻ യഹോസബാദ്. അവൻ്റെ കീഴിൽ ആയുധധാരികൾ 1,80,000. യൂദായിലെ സുരക്ഷിത നഗരങ്ങളിൽ നിയമിച്ചിരിക്കുന്നവർക്ക് പുറമേയുള്ള രാജസേവകരാണിവർ. അധ്യായം 18. ആഹാബ്. യഹോഷാഫാത്തിന് സമ്പത്തും പ്രശസ്തിയും വർദ്ധിച്ചു. അവൻ ആഹാബ് കുടുംബവുമായി വിവാഹബന്ധത്തിലേർപ്പെട്ടു. ഏതാനും വർഷങ്ങൾക്ക് ശേഷം യഹോഷാഫാത്ത് സമരിയയിൽ ആഹാബിനെ സന്ദർശിച്ചു.
ആഹാബ് അനേകം ആടുകളെയും കാളകളെയും കൊന്ന് അവനെയും കൂടെയുള്ളവരെയും സൽക്കരിച്ചു. അങ്ങനെ റാമോത്ത് ഗിലെയാദിനെതിരെ യുദ്ധം ചെയ്യുവാൻ തന്നോട് ചേരുന്നതിന് ആഹാബ് അവനെ പ്രേരിപ്പിച്ചു. ഇസ്രായേൽ രാജാവായ ആഹാബ് യൂദാ രാജാവായ യഹോഷാഫാത്തിനോട് ചോദിച്ചു, റാമോത്ത് ഗിലെയാദിലേക്ക് നീ എന്നോടുകൂടി വരുമോ? യഹോഷാഫാത്ത് മറുപടി പറഞ്ഞു, നീ തയ്യാറാണെങ്കിൽ ഞാനും തയ്യാർ. എൻ്റെ സൈന്യം നിന്റെ സൈന്യത്തെ പോലെ തന്നെ. ഞങ്ങൾ നിങ്ങളോടൊത്ത് യുദ്ധത്തിന് പോരാം. അവൻ തുടർന്നു, ആദ്യം കർത്താവിൻ്റെ ഹിതം ആരായാം. അപ്പോൾ ഇസ്രായേൽ രാജാവ് പ്രവാചകന്മാരെ വിളിച്ചുകൂട്ടി. അവർ 400 പേരുണ്ടായിരുന്നു. അവൻ അവരോട് ചോദിച്ചു, റാമോത്ത് ഗിലെയാദിനോട് യുദ്ധം ചെയ്യാൻ ഞാൻ പോകണമോ വേണ്ടയോ? അവർ പറഞ്ഞു, പോവുക, ദൈവം അത് രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. അപ്പോൾ യഹോഷാഫാത്ത് ചോദിച്ചു, കർത്താവിൻ്റെ ഇംഗിതം ആരായാൻ അവിടുത്തെ പ്രവാചകനായി മറ്റാരും ഇവിടെയില്ലേ? ഇസ്രായേൽ രാജാവ് പറഞ്ഞു, കർത്താവിൻ്റെ ഹിതം ആരായാൻ ഒരാൾ കൂടിയുണ്ട്, ഇംലായുടെ മകൻ മിഖായ. എന്നാൽ എനിക്ക് അവനോട് വെറുപ്പാണ്. അവൻ എനിക്ക് തിന്മയല്ലാതെ നന്മ ഒരിക്കലും പ്രവചിക്കുകയില്ല. യഹോഷാഫാത്ത് പറഞ്ഞു, രാജാവ് അങ്ങനെ പറയരുത്. ആഹാബ് ഒരു ഭൃത്യനെ വിളിച്ച് ഇംലായുടെ മകൻ മിഖായയെ വേഗം കൂട്ടിക്കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. ഇസ്രായേൽ രാജാവും യൂദാ രാജാവായ യഹോഷാഫാത്തും രാജകീയ വസ്ത്രങ്ങളണിഞ്ഞ് ശമര്യയുടെ കവാടത്തിനടുത്തുള്ള മെതിക്കളത്തിൽ സിംഹാസനത്തിൽ ഉപവിഷ്ടരായി. പ്രവാചകന്മാർ അവരുടെ മുമ്പിൽ പ്രവചിച്ചുകൊണ്ടിരുന്നു. അവരിൽ ഒരാൾ, കനാനായുടെ മകൻ സെദക്കിയ, ഇരുമ്പ് കൊണ്ടുള്ള കൊമ്പുകൾ വെച്ച് ആഹാബിനോട് പറഞ്ഞു, കർത്താവ് അരുളിച്ചെയ്യുന്നു, നീ ഇതുകൊണ്ട് സിറിയക്കാരെ കുത്തി നശിപ്പിക്കും. എല്ലാ പ്രവാചകന്മാരും അത് ശരിവെച്ച് പറഞ്ഞു. റാമോത്ത് ഗിലെയാദിനെതിരെ നീങ്ങുക, കർത്താവ് അത് രാജാവിൻ്റെ കൈകളിൽ ഏൽപ്പിക്കും. മിഖായയെ വിളിക്കാൻ ചെന്ന രാജസേവകന്മാർ അവനോട് പറഞ്ഞു, എല്ലാ പ്രവാചകന്മാരും ഏകസ്വരത്തിൽ രാജാവിന് അനുകൂലമായി പ്രവചിച്ചിരിക്കുന്നു. അങ്ങും അവരെപ്പോലെ അനുകൂലമായി പ്രവചിക്കുക. മിഖായ പറഞ്ഞു, കർത്താവാണ് എൻ്റെ ദൈവം അരുളിച്ചെയ്യുന്നതെന്തോ അത് ഞാൻ പറയും. അവൻ വന്നപ്പോൾ രാജാവ് ചോദിച്ചു, മിഖായ, ഞങ്ങൾ റാമോത്ത് ഗിലെയാദിനെതിരെ യുദ്ധത്തിന് പോകണമോ വേണ്ടയോ? മിഖായ പറഞ്ഞു, പോയി വിജയം വരിക്കുക, കർത്താവ് അവരെ നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കും. രാജാവ് പറഞ്ഞു, കർത്താവിൻ്റെ നാമത്തിൽ എന്നോട് സത്യമേ പറയാവൂ എന്ന് എത്ര പ്രാവശ്യം ഞാൻ ആവശ്യപ്പെടണം? അപ്പോൾ മിഖായ പറഞ്ഞു, ഇടയനില്ലാത്ത ആടുകളെപ്പോലെ ഇസ്രായേൽ ജനം പർവ്വതങ്ങളിൽ ചിതറിക്കിടക്കുന്നത് ഞാൻ കണ്ടു. ഇവർക്ക് നാഥനില്ല. കർത്താവ് അരുളിച്ചെയ്തിരിക്കുന്നു, ഇവർ സ്വഭവനത്തിലേക്ക് സമാധാനത്തോടെ മടങ്ങട്ടെ. ഇസ്രായേൽ രാജാവ് യഹോഷാഫാത്തിനോട് പറഞ്ഞു, ഇവൻ എനിക്ക് തിന്മയല്ലാതെ ഒരിക്കലും നന്മ പ്രവചിക്കുകയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? മിഖായ പറഞ്ഞു, കർത്താവിൻ്റെ വചനം ശ്രവിക്കുക. കർത്താവ് തൻ്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് ഞാൻ കണ്ടു. സ്വർഗീയ സൈന്യങ്ങൾ അവിടുത്തെ ഇടത്തും വലത്തും നിന്നിരുന്നു. അപ്പോൾ കർത്താവ് ചോദിച്ചു, ഇസ്രായേൽ രാജാവായ ആഹാബ് റാമോത്ത് ഗിലെയാദിൽ പോയി വധിക്കപ്പെടാൻ തക്കവണ്ണം ആരവനെ വശീകരിക്കും? ഓരോരുത്തരും ഓരോ വിധത്തിൽ മറുപടി നൽകി. ഒരാത്മാവ് മുൻപോട്ട് വന്ന് പറഞ്ഞു, ഞാൻ വശീകരിക്കാം. കർത്താവ് ചോദിച്ചു, എങ്ങനെ? അവൻ പറഞ്ഞു, ഞാൻ പോയി അവൻ്റെ എല്ലാ പ്രവാചകന്മാരുടെയും അധരങ്ങളിൽ നുണയുടെ ആത്മാവായിരിക്കും. അവിടുന്ന് അരുളിച്ചെയ്തു, പോയി അവനെ വശീകരിക്കുക, നീ വിജയിക്കും. ഇതാ നിന്റെ ഈ പ്രവാചകന്മാരുടെ അധരങ്ങളിൽ കർത്താവ് വ്യാജത്തിൻ്റെ ആത്മാവിനെ നിവേശിപ്പിച്ചിരിക്കുന്നു. നിനക്ക് അനർത്ഥം വരുത്തുമെന്ന് കർത്താവ് അരുളിച്ചെയ്തിരിക്കുന്നു. അപ്പോൾ കനാനായുടെ മകൻ സെദക്കിയ അടുത്തു ചെന്ന് മിഖായയുടെ ചെകിട്ടത്തടിച്ചുകൊണ്ട് ചോദിച്ചു, നിന്നോട് സംസാരിക്കാൻ കർത്താവിൻ്റെ ആത്മാവ് എന്നെ വിട്ട് ഏത് വഴിക്കാണ് നിന്റെ അടുത്തെത്തിയത്? അതിന് മിഖായ പറഞ്ഞു, ഒളിക്കാൻ ഉള്ളറയിൽ കിടക്കുന്ന ദിവസം നീ അതറിയും. ഇസ്രായേൽ രാജാവ് കൽപ്പിച്ചു, മിഖായയെ പിടിച്ച് നഗരാധിപനായ ആമോൻ്റെയും രാജകുമാരനായ യോവാഷിൻ്റെയും മുൻപിൽ കൊണ്ടുചെന്ന് പറയുക, ഞാൻ സമാധാനത്തിൽ തിരിച്ചെത്തുന്നതുവരെ അല്പം മാത്രം അപ്പവും വെള്ളവും കൊടുത്ത് ഇവനെ കാരാഗൃഹത്തിൽ സൂക്ഷിക്കുക എന്ന് രാജാവ് ആജ്ഞാപിക്കുന്നു. മിഖായ പറഞ്ഞു, നീ സമാധാനത്തിൽ മടങ്ങിയെത്തുമെങ്കിൽ കർത്താവല്ല എന്നിലൂടെ സംസാരിച്ചത്. ഇത് ജനം മുഴുവൻ കേൾക്കട്ടെ. ഇസ്രായേൽ രാജാവും യൂദാ രാജാവായ യഹോഷാഫാത്തും റാമോത്ത് ഗിലെയാദിലേക്ക് പുറപ്പെട്ടു. ഇസ്രായേൽ രാജാവ് യഹോഷാഫാത്തിനോട് പറഞ്ഞു, ഞാൻ വേഷപ്രച്ഛന്നനായി യുദ്ധക്കളത്തിലേക്ക് പോകാം. നീ രാജകീയ വസ്ത്രം ധരിച്ചുകൊള്ളൂ.
അങ്ങനെ ഇസ്രായേൽ രാജാവ് വേഷം മാറി അവർ യുദ്ധത്തിന് പോയി. ഇസ്രായേൽ രാജാവിനോടല്ലാതെ വലിയവനോ ചെറിയവനോ ആയ ആരോടും പടപൊരുതരുത് എന്ന് സിറിയ രാജാവ് തൻ്റെ രഥനായകന്മാരോട് കൽപ്പിച്ചിരുന്നു. യെഹോശാഫാത്തിനെ കണ്ടപ്പോൾ, ഇതാ ഇസ്രായേൽ രാജാവ് എന്ന് പറഞ്ഞ് അവർ അവനെ ആക്രമിച്ചു. അപ്പോൾ യെഹോശാഫാത്ത് നിലവിളിച്ചു. കർത്താവ് അവനെ സഹായിച്ചു. അവരിൽ നിന്ന് ദൈവം അവനെ വിടുവിച്ചു. അവൻ ഇസ്രായേൽ രാജാവല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ രഥനായകന്മാർ അവനെതിരായുള്ള ആക്രമണത്തിൽ നിന്ന് പിന്തിരിഞ്ഞു. എന്നാൽ എതിർച്ചയായ ഒരു ഭടൻ എയ്ത അമ്പ് ഇസ്രായേൽ രാജാവിൻ്റെ മാർച്ചട്ടയ്ക്കും കവചത്തിനുമിടയിൽ തുളച്ചു കയറി. അവൻ സാരഥിയോട് പറഞ്ഞു, രഥം തിരിച്ച് എന്നെ യുദ്ധക്കളത്തിൽ നിന്ന് കൊണ്ടുപോവുക, എനിക്ക് മുറിവേറ്റിരിക്കുന്നു. അന്ന് ഘോര യുദ്ധം നടന്നു. സന്ധ്യ വരെ ഇസ്രായേൽ രാജാവ് സിറിയക്കാർക്ക് അഭിമുഖമായി രഥത്തിൽ ചാരി നിന്നു. സൂര്യാസ്തമയത്തോടെ അവൻ മരിച്ചു.